വാടാ കോച്ച്. ഹായ് ചേട്ടാ. എന്തൊക്കെയുണ്ട്? സുഖായിരിക്കുന്നു. ഇതായിട്ട് നമ്മുടെ തമിഴ്നാട് ടീം. ഇത് വേമ്പ്. ഇത് നമസ്കാരം സർ. മാരി, നമസ്കാരം. പാണ്ഡ്യമ്മ, തെൻട്രൽ. അല്ല, നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങൾ എല്ലാവരും അറിയാം? പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ദീന, എന്താ ഇവരെല്ലാം നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി താമസിക്കാനുള്ള ഏർപ്പാടേ. ചേട്ടാ, എന്താ പോലെ നാളെ വൈകിട്ടാണ് ഇവർക്ക് ഡൽഹിയിലേക്കുള്ള ട്രെയിൻ. അതുവരെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കണം. എൻ്റെ അനിയനോടൊപ്പം ഞാൻ പുറത്തു വരെ പോയിട്ട് വരാം. അല്ലേട്ടാ, ഏഞ്ചലടുത്ത് എന്ത് പറയുന്നു? അവൾക്ക് എന്താടാ കുഴപ്പം? കല്യാണം നടത്തും നിർത്തും, ഇത് തന്നെ പരിപാടി. എന്താ ചേട്ടൻ കല്യാണത്തിന് പോയെന്നോ? മനസ്സിലായില്ല. ചേച്ചേ, കല്യാണത്തിനൊന്നും പോയതല്ല ഞാൻ. അത് പറ. ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയതാ. മൊയ്തീൻ്റെ ബിരിയാണിയാ. എന്റെ ഏട്ടാ, ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാതെ അങ്ങ് നടത്തിക്കൂടെ? നീ എന്താടാ പറയുന്നേ? എൻ്റെ ജീവിതം തന്നെ എൻ്റെ കയ്യിലല്ല. ഏതവൻ എപ്പോൾ തീർക്കുന്ന എനിക്കെന്നെ അറിയില്ല. പോ 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 പോ, നിക്കാല പോ. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. വൈപ്പർ ഇടാതെ. കതിരെ, അകത്ത് തന്നെ ഇരുന്നാൽ മതി, ഇറങ്ങരുത്. വിചാരിച്ചതാ. കുറി വീണത് എനിക്കാടാ മൈക്കിളെ. വാടാ എന്നാ വാ. വിളിച്ചോണ്ട് പോടാ. വായേട്ടാ, നമുക്ക് പോ. വാ, ഞാൻ വല്ലതും ചെയ്യുന്നതിന് മുമ്പ് അവനെ പിന്നെ കൈകാര്യം ചെയ്യാം. വാ. പോടാ പോടാ. എല്ലാം പേടിച്ചോടി. വണ്ടി എടുക്കാതിരെ.
മൈക്കിൾ ഹീസ് സേഫ് നൗ. പേടിക്കേണ്ട ആവശ്യമില്ല. സ്പൈനൽ ഇഞ്ചുറി കുറച്ച് ക്രിട്ടിക്കലാ. തുരുമ്പെടുത്ത് കത്തിയ എഴുന്നേറ്റ് നടക്കാൻ തന്നെ എങ്ങനെയും 1 വർഷമെങ്കിലാവും. ഐ എം സോറി അബൌട്ട് ഇറ്റ്. അതല്ല ഡോക്ടർ, നാളെ അദ്ദേഹം ഡൽഹിയിൽ ചെന്നിരിക്കണം. അദ്ദേഹം തമിഴ്നാട് വുമൻസ് ഫുട്ബോൾ ടീം കോച്ചാണ്. ഈ മാസം നാഷണൽ സെലക്ഷൻ മാച്ച് ഉണ്ട് ഡോക്ടർ. അങ്ങനെ ജീവനോടെ ഇരിക്കുന്ന തന്നെ വലിയ കാര്യമാണ്. നിങ്ങൾ കുട്ടികളെ പോലെ മാച്ച് ഉണ്ടെന്ന് പറയുന്നു. വി ക്യാൻ ബി പോസിറ്റീവ്, ബട്ട് പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞൂടെ? ഡോക്ടർ ഞാൻ മൈക്കിൾ, വി ആർ ഗിവിംഗ് ഹിം ദി അറ്റ്മോസ്റ്റ് കെയർ. ഉടനെ തന്നെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഞാൻ രാവിലെ വന്ന് നോക്കാം. ഓക്കെ? ആരാണ് നിങ്ങള്? ആരാണ് സാർ നിങ്ങള്? ഒരു റൗഡിയും സ്പോർട്സ്മാനും തമ്മിൽ എന്ത് ബന്ധമാണ് സാർ ഉള്ളത്? നിങ്ങളുടെ ചേരി പോയി കണ്ടപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾ വെറും നിങ്ങളായിരുന്നു ഇങ്ങനെ കിടക്കേണ്ടത്. ഞങ്ങളുടെ കതിർ സാർ വന്ന് പെട്ടുപോയി. സന്തോഷായില്ലേ? നിങ്ങൾക്കിപ്പോ സന്തോഷായില്ലേ? ഞങ്ങളന്ന് കാശുള്ള വീട്ടിലെ പിള്ളേരല്ല സർ. എനിക്ക് എന്റെ അമ്മയില്ല. എന്റെ അമ്മ എന്നെ വീട്ടിൽ പോലെ ചെയ്ത പഠിപ്പിക്കുന്നത്. ഇവളുടെ അച്ഛൻ ചെരിപ്പൂത്തിയാണ്. ഇവളുടെ അമ്മ മീൻ വിൽക്കുന്നു. കരഞ്ഞോണ്ടിരിക്കുന്ന 6 പേരെ കണ്ടില്ലേ? സുനാമി വന്ന് എല്ലാവരെയും ഒരുപോലെയാ കൊണ്ടുപോയത്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത ഞങ്ങൾക്ക് ഇതൊന്നും സ്വപ്നം കാണാനുള്ള അവകാശം പോലും ഇല്ലേ സർ? ഞങ്ങൾക്ക് ഉണ്ണാനും മുടുക്കാനും തന്ന് ഞങ്ങളെ കൊണ്ട് ഇതെല്ലാം സാധിക്കുമെന്ന് ഞങ്ങളെ തന്നെ വിശ്വസിപ്പിച്ച് അദ്ദേഹമാണ് ഞങ്ങൾ എല്ലാവരെയും ഇത്രത്തോളം എത്തിച്ചത്. ഖാദർ സാർ ഞങ്ങൾക്ക് വെറും കോച്ച് മാത്രമല്ല, അദ്ദേഹമാണ് സാർ ഞങ്ങൾക്ക് എല്ലാം എല്ലാം തന്നെ. അദ്ദേഹത്തെ മാത്രമല്ല നിങ്ങൾ ഈ അവസ്ഥയിൽ എത്തിച്ചത്. നിങ്ങൾ തകർത്തെറിഞ്ഞത് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ കൂടിയാണ്. ദയവേദ ഞങ്ങളുടെ കൺമുമ്പിൽ നിന്ന് പോവൂ സർ, ഇല്ലെങ്കിൽ നാണം കിടേണ്ടി വരും. പോവാനല്ലേ പറഞ്ഞേ? അല്ല, ആരാ നിങ്ങള്? എന്തിനാ ആ പാവത്ത് അങ്ങനെ തല്ലിയത്? ഒരു ലോറി പോയി ഇടിച്ചാൽ എത്ര ദൂരത്തിൽ പോയി വീഴോ അത്രയും ദൂരത്ത് പോയാ വീണത്. പിന്നെ കുഞ്ഞുങ്ങളിങ്ങനെ എറിഞ്ഞാണ് കളിക്കുന്നത്. വിവരമില്ലാത്ത അയാളുടെ കുഞ്ഞിനെ അയാൾ പൊക്കി എറിഞ്ഞ് കളിച്ചാ അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ആരുടെ കുഞ്ഞാലെന്താ? കയ്യിൽ നിന്ന് സ്ലിപ്പായി താഴെ വീണ? കുഞ്ഞുങ്ങളെ വെച്ചാണ് കളിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും എപ്പോഴും സീരിയസ് ആയിരിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ഒരു ജാതി ടഫാണല്ലോ, പക്ഷെ ആൾ ഇൻട്രസ്റ്റിംഗാ. കാണാനും ചുള്ളം തന്നെയാ. ഓ, അല്ല, ഇതിനു മുമ്പ് എന്ത് ചെയ്യായിരുന്നു? റോയലായിരുന്നു. റോയലോ? ഓ, കല്യാണമൊക്കെ കഴിഞ്ഞാണോ? അങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. പ്രേമിച്ചാ തിരിച്ചു പ്രേമിക്കോ? ആരെ? എന്നെ തന്നെയാ. ഇങ്ങനെ ഒറ്റയടിക്ക് ചോദിച്ചാ കുറച്ചാൾ വെയിറ്റ് ചെയ്ത് സംസാരിച്ച് ഇടപഴകി മനസ്സിലാക്കി എന്നിട്ട് ഇങ്ങനെ ചോദിച്ചാൽ പോരായിരുന്നോ? ഇല്ല, അതിനൊട്ടും സമയമല്ല. കൃത്യം 1 മാസത്തിനകം ഞാൻ ആരെങ്കിലും കണ്ടുപിടിച്ച് കല്യാണം കഴിക്കണം. അതെന്താ അങ്ങനെ? എനിക്ക് ഓൾറെഡി എൻഗേജ്മെന്റ് കഴിഞ്ഞു. പക്ഷെ എന്റെ ഫിയാൻസെ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അവനെ എങ്ങനെയെങ്കിലും ഊരി വിട്ട് മറ്റൊരാളെ സെറ്റ് ചെയ്യാൻ ഞാൻ നോയിക്കൊണ്ടിരിക്കുക. പ്രേമിച്ച് തുടങ്ങുന്നതിനിടയിൽ അവൻ്റെ ഒരു കാക്ക കാഷ്ടം കഴിയില്ല. പോടാ പോടതണ്ടി. ആ, ഓക്കെ ആണോ? അപ്പോ ഇയാളുടെ ഫിയാൻസി പാവല്ലേ? ആ, അവനെ ഞാൻ കിട്ടിയ എന്റെ പണി തീരും. അത്രയ്ക്കൊരു ലവ് ടോർച്ചർ അവൻ. മുടിഞ്ഞവൻ. ഒരു ദിവസം 140 തവണയാ ഫോൺ ചെയ്യുന്ന. ആ തെണ്ടിയുടെ ശല്യം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് പറയൂ. ഓക്കെ ആവുന്ന പോലെയാ തോന്നുന്നേ. നിങ്ങൾക്ക് എന്റെ ഓഫീസിൽ ജോലി ചെയ്യാൻ ഇഷ്ടമാണോ? ഹലോ, അല്ല താനെന്തോടെ സൂപ്പർ ഫാസ്റ്റാ? സമയമല്ല, പെട്ടുപോകും. അസിബൊന്നിടോടെ വെങ്കടകൃഷ്ണ. ഓ, അവൻ്റെ ഒടുക്കത്തൊരു പ്ലേയർ. ചെവിക്കല്ല് പൊട്ടി കാതും കേൾക്കില്ല. വെങ്കടകൃഷ്ണ, കൺഗ്രാജുലേഷൻസ്.
താൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി നോക്കിയില്ലേ? ആ ATM-ലെ 6ാമത്തെ പ്രാവശ്യവും കളവ് പോയി. അതെയോ? ഓഹോ, താൻ ആ കാര്യം അറിഞ്ഞില്ലല്ലേ? സുരക്ഷാ ബലമൊക്കെ നന്നായിട്ട് ഒരുക്കിയിരുന്നതായിരുന്നല്ലോ. ആ പിന്നെ സമ്മതിച്ചു. CCTV-ലെ നിങ്ങളെ സുരക്ഷാ ബലത്ത്. സർ, അദ്ദേഹം വന്നിട്ടുണ്ട്. ആര്? ആ ലോറിയാ? അല്ല, നീ അടിച്ച ലാറി ഇടിച്ചതുപോലെ ഉണ്ടോന്ന് കേട്ടു. എന്നെ അടിച്ചേ? ചത്തപ്പ കുഴപ്പമൊന്നുമില്ലേ? പ്രീതി, അവനെ പോലല്ല പച്ച തമിഴ്. நம்ம கிட்டலாம் காட்டினார்னு வச்சுக்கோ, லெஃப்டில் ஒரு பிளாக்கு, ரைட்டில் ஒரு ஊக்கு, இந்த இடம்லாம் குழன்னு ஆயிடும். മനസ്സിലായ? അല്ല, ഇപ്പോഴും തല്ലാൻ പറ്റുമല്ലോ. എങ്ങനെ? മുഖത്ത് നേരെ നീ കൈയും കാലും നീട്ടണം. പ്രീതി, ആ ടേബിളിന്റെ താഴെ ഒരു 5 രൂപ കായിനുണ്ട്, അതേ എടുത്തോ. എടുക്കണ കണ്ടില്ലേ? മുതലാളി ഒത്തുക്ക് ആ കാര്യത്തിൽ നിർത്തി വെച്ചിരാ. ഒന്ന് വേഗം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞാലോ? ഞാൻ തിരിഞ്ഞു നോക്കണ മുമ്പ് ആ 4 പേര് ഇവിടെ ഇരുന്ന് സ്ഥലം വിട്ടോളണം. കൈകൊട്ടി സന്തോഷിക്കുന്നല്ലേ? യു ബ്ലഡി ജോക്കർസ്, ഗെറ്റ് ഔട്ട് ഫ്രം മൈ കോമ്പൗണ്ട്. അല്ല, രാവിലെ എന്തിനാ ജോലി കളഞ്ഞത്? അത് പിന്നെ ഞാൻ എല്ലാവരോടും ചിരിച്ചു കളിച്ചാൽ സംസാരിക്കാറ്. ആരെങ്കിലും ദേഷ്യം പിടിപ്പിക്കുന്ന പോലെ സംസാരിച്ചാൽ ഞാൻ അപ്പം തന്നെ തോക്കെടുത്ത് വെടിവെക്കും. എന്തൊരു വെടിവെക്കുന്ന? ഇല്ല, ഇപ്പം എൻ്റെ കയ്യിൽ തോക്കില്ല. നിങ്ങൾ പറഞ്ഞോ. എന്നെയെ നീ ഭയപ്പെടുത്താണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? പ്രീതി ഈസ് അപ്പോയിന്റഡ്. ഇറ്റ്സ് ആൻ എമർജൻസി സിറ്റുവേഷൻ. സൗത്ത് ഇന്ത്യയിൽ ഒരു വലിയ ടെററിസ്റ്റ് അറ്റാക്ക് നടക്കാൻ പോവാണ്. ബട്ട് വി ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഹൈജാക്ക്, കിഡ്നാപ്പ് ഓർ ബോംബ് ബ്ലാസ്റ്റ്. ആൻഡ് അതിനുവേണ്ടി അവിടെ ആംസ് ആൻഡ് എക്യുപ്മെന്റ്സുമായിട്ട് അൺഐഡന്റിഫൈഡ് ടെററിസ്റ്റ് വന്നിട്ടുണ്ട് സർ. അല്ല, നിങ്ങൾ ഇത്രയൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞില്ലേ? അപ്പൊ പിന്നെ എന്താ നോക്കി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതിയായിരുന്നല്ലോ. Sir, it's already late. They are far ahead. We have information that they have planned this very efficiently. നമ്മൾ എന്ത് ചെയ്താലും തടയുന്നത് പ്രയാസമാണ് സാർ. പ്രയാസം എന്ന് വെച്ചാൽ അതെന്താ എന്നോടൊന്ന് പറയുന്നത്? അങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ വീട്ടിൽ പോയി കിടന്ന് ഉറയക്കൂടെ? നിങ്ങളെല്ലാം കൂടി ഇത്ര നാൾ എന്തെടുക്കായിരുന്നു? ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൽ എത്രമാത്രം വേൾഡ് പൊളിറ്റിക്സ് ഉണ്ടാവും, എത്ര രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവും, പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ എന്താവുന്നതിനെ കുറിച്ച് അല്പമെങ്കിലും ആലോചിച്ച് നോക്കിയോ? നോക്കുകുത്തി പോലെ വന്നിട്ട് പറയുക അറ്റാക്ക് നടക്കാൻ പോകുന്നു. ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വയറ് പെരുത്ത് വരുവാ. എക്സ്ക്യൂസ് മീ, ഞാൻ ഒന്ന് റെസ്റ്റ് റൂം യൂസ് ചെയ്തിട്ട് വരാം. ഐ ആം സോറി. ഹലോ, നീയൊക്കെ ഇതിന് എപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്? നീ നിന്റെ ആൾക്കാർ ഇവിടെ വന്ന് ഇറങ്ങിയതും ഇങ്ങനെ ഒരു അറ്റാക്ക് നടക്കാൻ പോകുന്നത് എല്ലാ ഇന്റലിജൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. എടാ, ഈ അറ്റാക്കിൽ എനിക്ക് 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ജയിലിൽ കിടക്കുന്ന നിങ്ങളുടെ നേതാവ് സുരക്ഷിതമായിട്ട് പുറത്തേക്ക് വരണം. 2, അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി എന്നെ തന്നെ പാർട്ടി തെരഞ്ഞെടുത്തിരിക്കണം. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ഈ അറ്റാക്ക് പ്ലാൻ ചെയ്ത പോലെ നടക്കണം. റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. പക്ഷെ എൻ്റെ ഭാര്യയ്ക്കും മോക്കും ഒന്നും സംഭവിക്കരുത്. ഉണ്ടായിരുന്ന വലിയ ക്ലൈന്റ് ഒക്കെ പോയി. ഇപ്പോ നിങ്ങൾ വന്നിട്ടാണ്. One sign please, we have to clear this. Sure. Just one sign. ഇവൾക്ക് എന്തിനാ ഇത്ര ധൃതി? Sir, pen. No, I use my pen. Sure, sir. അവള് പോയിട്ട് ഞാൻ എടുത്തോളാം. എന്താണെന്ന് അറിയോ? എപ്പോഴൊക്കെ ഞാൻ ഗുണിഞ്ച് എടുക്കണോ അപ്പോഴൊക്കെ ബല്ലി തുപ്പിനത് പോലെ തൂ തൂ സത്തം കേൾക്കണേ. അതെ, ശരിയാ. ഒരുപാട് തുപ്പി. ഞാനും കേട്ടതാ. ഓ, അപ്പൊ കേട്ടല്ലേ? സൈൻ ചെയ്തില്ല. ഓ, അത് മറന്നുപോയി. ആ, ടേക്ക് ഇറ്റ്. Thank you, sir. വീര, ഒരു കാര്യം പറയാൻ മറന്നുപോയി. നാളെ ആ മാൽ ഓണറിന്റെ കാലെ പിടിക്കണം. അന്ന് ഞാൻ വാങ്ങിച്ചു തന്ന ഫോട്ടോ ഷൂട്ടും ഇട്ടുകൊണ്ട് വന്നാൽ മതി. തന്നെ കാണിച്ച് മറ്റു പ്രശ്നങ്ങളൊക്കെ ഞാൻ തീർക്കും. ഞാൻ വരുന്നത് അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും? ഒരു പ്രശ്നം ഉണ്ടാവില്ല. നീ കയറുവാ. വീട്ടിൽ വിളിച്ചോണ്ട് വന്നിരിക്കുക. ഉറങ്ങ.
നോക്കിക്കൊണ്ടിരിക്കുക. നോക്കി നിക്കുക. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഹേയ് അമ്മ. ഹായ് മോനെ. ഹായ് ഹലോ 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 മുത്തശ്ശി. ഹായ് യാ പോവാം. ഹായ് ഹായ്. ഹേയ് നിഷ കം. എന്താടാ ഇത്? വന്ന് കേറുന്നതിന് മുമ്പ് കോർട്ട് കേസ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അല്ലാതെ ഇവന്മാരെ കൊണ്ട് എന്റെ വോട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഹേ ഗുഡീസ്, നിങ്ങളുടെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയില്ലേ? നിഷ, ഇരിക്ക്. ഏയ്, ഇരിക്കാൻ പറ. നേരായ മാർഗത്തിൽ ആരാടാ ജയിക്കുന്നേ? ടിവിയും കുക്കറോ ചിന്നായി കൊടുക്കുന്നേ. ആർക്കെന്ത് ഇഷ്ടപ്പെടുന്നോ അതിലമർത്തുന്നു. അതൊക്കെ പണ്ടാ. ഇപ്പൊ ഓട്ടിന് എത്ര വേണമെന്ന് ചോദിച്ചു വാങ്ങിക്കുക. കെട്ടുകണക്കിന് പണമാ കൊടുക്കുന്നത്. ഇവിടെ ആരും നല്ലവരായിട്ടില്ല. അതെങ്ങനെയാ നിങ്ങൾ എല്ലാരും അങ്ങനെ പറയാ? എന്റെ അച്ഛൻ എത്ര നല്ലതാണെന്നറിയോ? വളരെ കുറച്ചേ വാങ്ങുള്ളൂ. ചില സമയത്ത് ചില്ലറായിട്ട് പോലും വാങ്ങാൻ കണ്ടിട്ടുണ്ട്. സോറി മോളെ, നീ ഇരിക്കുന്ന കാര്യം മറന്നു. വാ, എല്ലാവർക്കും പോയി കഴിക്കാം. ചേച്ചിക്ക് സുഖമാണോ? ഷീസ് ഫൈൻ. നല്ല സന്തോഷത്തിലാ കഴിയുന്നേ. ഹലോ. കൃത്യം രാവിലെ 8 മണിക്ക് തന്നെ വോട്ടിംഗ് തുടങ്ങിയിരിക്കുകയാണ്. AIAK പാർട്ടി പ്രവർത്തകർ വളരെ സന്തോഷത്തിലാണ്. വോട്ടിംഗ് നടന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇവരാണ് ഇപ്പോൾ മുന്നിലുള്ളത്. 3ാം തവണയും ഇവർ തന്നെ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പാണ്. നിങ്ങളെ ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചു. നീ വെറുതെ ഒന്നും വരില്ല. നിന്റെ അച്ഛന്റെ മണ്ഡലമല്ലേ, അതുകൊണ്ട് വന്നല്ലേ? അതൊരു കാരണം. ഞങ്ങളുടെ മണ്ഡലത്തില് വോട്ട് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്റെ അച്ഛൻ ഇപ്പൊ തന്നെ 30,000 വോട്ടിന് ലീഡ് ചെയ്ത് നിൽക്കുക. ആണോ? ഇന്നലെ ഇത് അറിഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾ കോടതിയിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കൗണ്ടിങ് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ സ്റ്റേ ചോദിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പൊ തന്നെ കൗണ്ടിങ് സ്റ്റാർട്ടായി. മിസ്റ്റർ വെങ്കടേശൻ 30,000 വോട്ടുകൾക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ മണ്ഡലത്തിലെ റിസൾട്ട് മാത്രം അനൗൺസ് ചെയ്യാൻ പാടില്ല സർ. എന്റെ വോട്ട് കൂടി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യാൻ പാടുള്ളൂ. ഈസ് ഇറ്റ് പോസിബിൾ? ഓരോ പൗരനും വോട്ടേഴ്സ് ഐ ഡി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത് റൂളാണ്. ബട്ട് ഇദ്ദേഹം NRI ആണ്. ഒരു NRI വോട്ടേഴ്സ് ഐ ഡിയോടൊപ്പം തന്റെ ഒറിജിനൽ പാസ്പോർട്ടും കാണിച്ചിരിക്കണം. ഇത് രണ്ടും കാണിക്കാത്ത ഒരാളെ കള്ളവോട്ട് ചെയ്യാൻ അനുവദിച്ചത് ഒരിക്കലും സമ്മതിക്കാൻ കഴിയില്ല. അതുകൊണ്ട് 12 പേരെ ഇലക്ഷൻ കമ്മീഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നിയമം മോഷ്ടാക്കളെ ശിക്ഷിക്കുക മാത്രമല്ല, മോഷണം പോയ തൊണ്ടി മുതൽ തിരിച്ചു കൊടുക്കുകയും വേണം. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് വോട്ടവകാശമാണെങ്കിൽ ആ അവകാശമാണിപ്പോൾ മോഷണം പോയിരിക്കുന്നത്. അത് തിരിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. എന്നാൽ നിങ്ങളുടെ ഒരു വോട്ട് കൊണ്ട് ഇവിടെ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്? സർ, ഓരോ വോട്ടും പ്രധാനപ്പെട്ട തന്നെയല്ലേ സർ? അങ്ങ് അമേരിക്കയിൽ മാതൃഭാഷ ഇംഗ്ലീഷ് വേണോ ജർമ്മൻ വേണോ എന്ന് വോട്ടെടുപ്പ് നടത്തിയപ്പോൾ ഒരൊറ്റ വോട്ടില്ല ഇംഗ്ലീഷ് വേണമെന്ന തീരുമാനത്തിലെത്തിയത്. ഫ്രാൻസിൽ പട്ടാള ഭരണം വേണോ ജനാധിപത്യം വേണോ എന്നുള്ള തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ വോട്ടിന്റെ പേരിലാണ് ജനാധിപത്യം ഉണ്ടായത്. ഹിറ്റ്ലർ നാസിക് പടയുടെ തലപ്പത്തെത്തിയത് ഒറ്റ വോട്ട് കൊണ്ടാണ്. വാഷിംഗ്ടൺ അമേരിക്കയോടൊപ്പം ലയിച്ചത് ഒരു വോട്ടില്ല. എന്തിനേറെ, ഒറ്റ വോട്ടിന്റെ പേരിൽ ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് തന്നെ താഴ്പോയില്ലേ? നിങ്ങൾ പറയുന്നതൊക്കെ സത്യം തന്നെ. അതുകൊണ്ടാണ് ഇലക്ഷൻ നടക്കുന്നതിന് 6 മാസം മുമ്പേ തന്നെ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പ്രചരണം നടത്തുന്നത്. റൂൾ നമ്പർ 1, എന്റെ വോട്ടേഴ്സ് ID ഇതുവരെ ചെക്ക് ചെയ്തിട്ടേ ഇല്ല. റൂൾ നമ്പർ 2, ഐ എം എ നോൺ റെസിഡന്റ് ഇന്ത്യൻ. എന്റെ ഒറിജിനൽ പാസ്പോർട്ട് ചെക്ക് ചെയ്യണമായിരുന്നു. റൂൾ നമ്പർ 3, സെക്ഷൻ 49P. 49O നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് 49P. ഇന്ത്യൻ ഇലക്ഷൻ ലോ 49P പ്രകാരം ഒരാളുടെ വോട്ട് കള്ള വോട്ടായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ബാലറ്റ് വോട്ടിംഗ് എന്ന സിസ്റ്റം ഉപയോഗിച്ച് വോട്ട് ചെയ്യാനുള്ള അവകാശം അയാൾക്ക് കൊടുക്കണമായിരുന്നു. Is there a law like this? യെസ്, ഹി ഈസ് കറക്റ്റ്. അങ്ങനെ ഒരു നിയമമുണ്ട്. സെക്ഷൻ 49P എന്ന് നിങ്ങൾ സെൽഫോണിൽ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. എന്നാൽ ഇതുപോലെ സെക്ഷൻ 49P എന്നത് ആർക്കും അറിയാത്ത ഒന്നാണല്ലോ. ഇന്നലെ വരെ എനിക്കും അറിയില്ലായിരുന്നു മൈ ലോർഡ്. 10 വർഷം മുമ്പ് വരെ 49O എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പം അതെല്ലാവർക്കും അറിയാലോ. നോട്ടാ. അതുപോലെ ഈ 49P എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് അതൊരു സെൻസേഷണൽ ജഡ്ജ്മെന്റിലൂടെ നടപ്പിലാക്കിയാൽ ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യ മുഴുവൻ അറിഞ്ഞിരിക്കും. ബട്ട് ഓൾറെഡി അദ്ദേഹം 30,000 വോട്ടുകളുടെ വ്യത്യാസത്തിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർ,
ഒരു വോട്ട് കൊണ്ട് ഈ മണ്ഡലത്തിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടായെന്ന് വരില്ല. എന്നാൽ ഈ ജഡ്ജ്മെന്റ് കാരണം ഒരു വോട്ടിന്റെ പ്രാധാന്യം എന്താണെന്ന് എല്ലാവരും അറിയും. ഇത് നാളെ നിയമപുസ്തകത്തിൽ മാത്രമല്ല, ലോ കോളേജിൽ സ്റ്റുഡൻസ് പഠിക്കുന്ന പാഠപുസ്തകത്തിൽ പോലും ഈ കേസ് ഒരു ചോദ്യമായിരിക്കും. ഉത്തരം തീർച്ചയായിട്ടും നിങ്ങളുടെ പേരായിരിക്കും. ജനങ്ങളുടെ അടിസ്ഥാനപരമായ അവകാശങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഈ കോടതിക്ക് തീർച്ചയായും ഉണ്ട്. ഈ വേർഡിക്റ്റ് മുഖേന അത് ഉടൻ തന്നെ ജനങ്ങളിൽ എത്തുമെന്നുള്ള വാദം സത്യമാണ്. ഇന്ന് ഇലക്ഷൻ കഴിഞ്ഞ് മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും മിസ്റ്റർ സുന്ദർ നടത്തുന്ന കേസ് മീഡിയയിൽ വിവാദമായിരിക്കുകയാണ്. ഇത് മുഖാന്തരം സെക്ഷൻ 49P എല്ലാവരും അറിയും, അവയർനെസ്സും ഉണ്ടാവും. ഇദ്ദേഹത്തിന്റെ വോട്ട് കള്ളവോട്ടായി രേഖപ്പെടുത്തിയെങ്കിലും സെക്ഷൻ 49P പ്രകാരം ബാലറ്റ് വോട്ടായി കൊടുക്കേണ്ടതായിരുന്നു. ഉദ്യോഗസ്ഥർ അത് കൊടുക്കാതിരുന്നത് തെറ്റ് തന്നെയാണ്. ഇത് നിരസിക്കപ്പെട്ട അവകാശത്തിനുപരിയായി വോട്ട് ചെയ്ത അതേ ബൂത്തിൽ അതേ സ്കൂളിൽ തന്നെ വോട്ട് ചെയ്യാനുള്ള നിങ്ങളുടെ അവകാശം അംഗീകരിക്കപ്പെടേണ്ടതാണ്. നിങ്ങൾ രേഖപ്പെടുത്തിയ വോട്ടും എണ്ണിയതിനു ശേഷമേ ആ മണ്ഡലത്തിന്റെ ഫലം നിയമപ്രകാരം പ്രഖ്യാപിക്കാൻ പാടുള്ളൂ. അടുത്ത 5 ദിവസം ആ സ്കൂളിൽ അധ്യയനമുള്ളതിനാൽ വരുന്ന ശനിയാഴ്ച അവധി ദിവസത്തിൽ അതേ പോളിംഗ് ബൂത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം ഈ കോടതിയും ഇലക്ഷൻ കമ്മീഷനും ഉത്തരവിടുകയാണ്. സെൻസേഷണൽ. താങ്ക് ഗോഡ് യു ആർ നോട്ട് ആൻ അഡ്വക്കേറ്റ്. ഭരണകക്ഷിക്ക് തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം കിട്ടിയതിനാൽ അണികളൊക്കെ തന്നെ വലിയ ആഹ്ലാദത്തിലാണ്. എന്നാൽ അമേരിക്കയിൽ നിന്ന് വന്ന നമ്മുടെ സുന്ദർ അവസാനം നമ്മൾ ജയിച്ചില്ല. വീണ്ടും വോട്ട് ചെയ്യാനുള്ള അവകാശം കോടതി ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് കണ്ണടച്ചറില്ല, നിനക്കറിയോ? ഇൻഫോവേ ചെയർമാൻ ലഞ്ച് പാർട്ടിക്ക് എന്നെ വിളിച്ചിരിക്കെ. കള്ളവോട്ട് ചെയ്യുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? FM റേഡിയോയിലെല്ലാം നിങ്ങളെ പറ്റിയാ സംസാരിക്കുന്നത്. അദ്ദേഹം വലിയ അഡ്വക്കേറ്റ് ആണല്ലേ സാർ? അതെ അതെ, കോർട്ടിൽ വന്ന് സംസാരിക്കുന്ന ഓരോ വാക്കിനുമാണ് ഫീസ് ചാർജ് ചെയ്യുന്നത്. കോർട്ട്, ഫ്ലൈറ്റ് ചാർജ് എന്നൊക്കെ പറഞ്ഞ് ലാക്സ് ആൻഡ് ലാക്സ് ആ ബിൽ അയച്ചിരിക്കുന്നത്. ഒരു വോട്ടിന് ഇത്രയധികം വിലയുണ്ടോ സാർ? സാറേ, ആ കാണുന്ന കളക്ടർ ഓഫീസ് കണ്ടോ? കഴിഞ്ഞ മാസം 12-ാം തീയതി ഇവിടെ വച്ച ഒരാളും അയാളുടെ ഭാര്യയും കൂടെ 2 മക്കളും കൂടി തീകൊളുത്തി മരിച്ചത്. പലിശയ്ക്ക് വാങ്ങിയ 25,000 രൂപ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല.